വീട് മഴയിൽ തകർന്നതോടെ കയറിക്കിടക്കാനിടമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോട്ടയത്തെ ഒരു കുടുംബം. കാരാപ്പുഴ സ്വദേശി രാജേഷിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത്. 2 കുട്ടികളും പ്രായമായവരും ഉൾപ്പെട്ട കുടുംബം അയൽക്കാർക്കൊപ്പമാണ് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ഇന്നലെ പുലർച്ചെയാണ് മേൽക്കൂര തകർന്ന് വീട് നിലം പൊത്തുന്നത്. രാത്രിയിൽ മഴ പെയ്തതിന് പിന്നാലെ കഴുക്കോലൊടിയുന്ന ശബ്ദം കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി തള്ളി നീക്കിയത് അയൽപ്പക്കത്തെ വീട്ടിൽ. തുടർന്നാണ് പുലർച്ചെ വീട് നിലം പൊത്തിയത്. 2 കുട്ടികളും പ്രായം ചെന്ന 2 അമ്മമാരും അടക്കം 6 പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. വീട് നഷ്ടമായതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇവർ. ഇന്നലെ വൈകിട്ട് ഭിത്തിയൊക്കെ പോരുന്ന പോലെ എന്തോ ഒരു ശബ്ദം നമുക്ക് കേട്ട്. അത് നമ്മൾ ഇവിടെ കിടക്കാതെ പിള്ളേർ 2 കൊച്ചു പിള്ളേരുണ്ട്, പിന്നെ ഞാനും ഹസ്ബൻഡും, പിന്നെ അമ്മമാർ 2 പേര്. ഒന്ന് അമ്മ ശ്വാസം മുട്ടൽ രോഗിയാണ്, പിന്നെ ഒന്ന് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട് 88 വയസ്സായത്, അമ്മ കിടപ്പ് രോഗിയാണ്. അപ്പം അമ്മയും കൊണ്ടുമൊക്കെ നമുക്ക് എങ്ങും പോകാൻ ഒരിടമില്ല. ഇപ്പം അപ്പുറത്തെ വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് കിടന്നത്. സ്ഥിരമായി വെള്ളം കയറുന്ന ഇടമാണ് ഇവരുടെ വീടിരിക്കുന്ന കച്ചേരിക്കടവ് ഭാഗം. വെള്ളപ്പൊക്കത്തിന് പിന്നാലെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ട്. ചെറിയ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ആകെയുള്ള വീട് കൂടി ഇത്തരത്തിൽ നിലം പൊത്തിയത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സന്മനസ്സുള്ളവരുടെ സഹായം ഈ കുടുംബത്തിന് ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോപ്പി ജോൺസൺ, 24.